തിരുവനന്തപുരത്ത് സെക്രട്ടറിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരപന്തലിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു വന്നു. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി സലീം മാലിക് സെക്രട്ടറി നടയിൽ നിന്നും ചേരുകയാണ്. സലീം, യഥാർത്ഥത്തിൽ ഒരു വലിയൊരു ആവേശമുണ്ടാക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു അവിടെ? തീർച്ചയായും. കാരണം ഈ സമരവേദിയിലേക്ക് ഈ സമരം തുടങ്ങുമ്പോൾ ആദ്യമായി ഈ സമരവേദിയിലെത്തിയ ഒരു പ്രധാനപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. സമരത്തിന്റെ ആദ്യ ദിവസം തന്നെ രമേശ് ചെന്നിത്തല സമരവേദിയിലെത്തുകയും ഈ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് കോൺഗ്രസ് ഔദ്യോഗികമായോ അതല്ലെങ്കിൽ UDF എന്ന നിലയിൽ ഈ സമരം ഏറ്റെടുത്തിരുന്നില്ല. കോൺഗ്രസ് സമരത്തിന് പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നില്ല. ആ ഘട്ടത്തിലായിരുന്നു രമേശ് ചെന്നിത്തല ആദ്യം ഇവിടെ സന്ദർശനം നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് ഈ സമരം സർക്കാരിനെ ഉൾപ്പെടെ വിറപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ സമരവേദിയിലേക്ക് എത്തി UDF ഈ സമരത്തിന് മുഴുവൻ പിന്തുണയും പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ UDF കൺവീനർ MM ഹസൻ ഇവിടേക്ക് എത്തി. KPCC അധ്യക്ഷൻ K സുധാകരനും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല കൂടി ഇവിടേക്ക് വീണ്ടും എത്തുന്ന. വലിയ ആവേശം സ്വാഭാവികമായി ഈ സമരപന്തലിൽ ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ സന്ദർശനത്തോടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തല ഇവിടെ എത്തിയതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സമര പ്രവർത്തകർ ഇപ്പോൾ സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല വീണ്ടും ഈ ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ആവേശം രമേശ് ചെന്നിത്തലയുടെ സന്ദർശനം മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സമരത്തിന് ലഭിക്കുന്ന പിന്തുണ അത് വല്ലാതെ വലുതാവുന്നത് നമ്മൾ കണ്ടതാണ്. ആ പിന്തുണയ്ക്ക് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല രണ്ടാം തവണ കൂടി ഇവിടേക്ക് എത്തുന്നത്. മാത്രമല്ല ഈ സമരത്തിന്റെ പല ആവശ്യങ്ങളും ഈ സമര നേതാക്കൾ നേരത്തെ തന്നെ ഉയർത്തിയതാണ്. അത് ഈ സമരത്തെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ 2 തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എടുക്കുകയും ചെയ്തു. അതിലൊന്ന് 2 മാസത്തെ ഓണറേറിയ കുടിശ്ശിക തിരികെ നൽകുക എന്നുള്ളതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ തീരുമാനമായി ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളത് കൂടിയായിരുന്നു. ഈ 2 തീരുമാനങ്ങൾക്കും പക്ഷേ സമരക്കാരെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഇപ്പോഴും തുടരുന്നത്. അത് നൽകാതെ ഇവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന ഉറച്ച നിലപാടിലാണുള്ളത്. ഒപ്പം തന്നെ PSC മെമ്പർമാരുടെ ശമ്പളം കുത്തനം കൂട്ടുകയും ആശമാരെ മോശമായി കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഉള്ളത് എന്നുകൂടി ഇപ്പോൾ പറയുന്നു. ഇപ്പോഴെന്തായാലും രമേശ് ചെന്നിത്തല സംസാരിക്കണം. നമുക്ക് ആ സംസാരത്തിലേക്ക് ഇപ്പോൾ കടക്കാം. ഈ സമരസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായ ശ്രീ സദാനന്ദൻ, മിനി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പ്രമുഖ ട്രേഡ് യൂണിയനിസ്റ്റുമായ ശ്രീ പാലൂട്ട് രവി, ശ്രീ R വത്സലൻ, ശ്രീ പ്രാണകുമാർ, ശ്രീ ശാരദ് സുധാകരൻ, മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇന്ന് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ആശാ വർക്കർമാർ ഒരു സമര പോരാട്ടത്തിലാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാൻ ആദ്യം ഇവിടെ വന്ന് നിങ്ങളെ കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് ആരോഗ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് നിങ്ങളുമായി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ആദ്യം ആരോഗ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിങ്ങളെ ചർച്ച ചെയ്യിപ്പിച്ചു. ഞാൻ വീണ്ടും ആരോഗ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരല്ല ചർച്ച ചെയ്യേണ്ടത്, മന്ത്രി തന്നെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി തന്നെ നിങ്ങളെ വിളിച്ച് ചർച്ച ചെയ്തു. ആ ചർച്ച പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രി എന്നെ വിളിച്ച് പിന്നെ പരാതി പറഞ്ഞു, നിങ്ങള് അവരുടെ കുട്ടിയുടെ മുട്ടായി വാങ്ങിക്കുന്ന കാശ് മതി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതായാലും അത് കഴിഞ്ഞാൽ ഞാൻ ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരപന്തലിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു വന്നതിന് ശേഷം സംസാരിക്കുകയായിരുന്നു.